ഹലോ ഗൈസ്, വെൽക്കം ടു ഫോസ്റ്റർ. ഇന്ന് നമുക്ക് പ്രൈസ് ആക്ഷൻ സീരീസിന്റെ 8ാമത്തെ എപ്പിസോഡിലോട്ട് കടക്കാം. അതായത് റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജിനെ കുറിച്ച് നമ്മൾ അധികമൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. യൂട്യൂബ്സിലൊക്കെ ഒരുപാട് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ആണ് ഒരു കീ എന്ന് പറയുന്നത്. ഒരു പ്രോഫിറ്റബിൾ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റിസ്ക് മാനേജ് ചെയ്ത ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവർ ഏത് മാർക്കറ്റിലും സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പൊസിഷൻ സൈസിങ് ഉണ്ട്, പിന്നെ പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗെയിമിൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് മാനേജ്മെന്റ് കൂടിയേ തീരുള്ളൂ. സോ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇവിടെ CFD ബ്രോക്കേഴ്സിൽ നടത്തിയിട്ടുള്ള ഒരു ഡീപ്പ് സർവേയിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, 95% റീറ്റെയിൽ ട്രേഡേഴ്സ് ലോസിലാണ്. എങ്ങനെയാണ് അവർ ലോസിലാവുന്നത്, എങ്ങനെയാണ് അവരെ റിപ്പോർട്ട് വൈസ് അവർക്ക് ലോസിലാവുന്നതിന്റെ ഒരു ചെറിയ കാര്യം കൂടെ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ നമ്മൾ എടുക്കും. ചെറിയ പ്രോഫിറ്റുകൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി എൻ്റെ PNL ഇന്ന് ബ്ലൂവിലാണ്, സോ ഇറ്റ്സ് എ ഗ്രീൻ, സോ ഐ എം ഹാപ്പി. അതാണ് നമ്മളെല്ലാവരും പറയുന്ന ഒരു ലോജിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെറിയ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യുകയും വലിയ സ്റ്റോപ്പ് ലോസുകൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ 10 ട്രേഡ് നമ്മൾ എടുത്ത് 10 ട്രേഡ്സ് നമ്മൾ എടുത്തിട്ട് അതിൽ 8 ട്രേഡ് വിന്നിങ് ആയി. പക്ഷെ ആ റെസ്റ്റ് ഓഫ് ദ 2 ട്രേഡ്സ്, ആ 2 ട്രേഡ്സിലാണ് നമുക്ക് വരുന്ന ലോസ് ഹ്യൂജ് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ 8 ട്രേഡ് എടുത്ത പ്രോഫിറ്റ് ആ 2 ട്രേഡ് കൊണ്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ മാനേജ് ചെയ്യുക എന്ന് പറയാൻ കാരണം. റിസ്ക് റിവാർഡ് റേഷ്യോ അതുപോലെ തന്നെ 1:2 എന്നുള്ള റേഷ്യോയിൽ മാനേജ് ചെയ്യാൻ, ഇതൊരു ഡീപ്പ് സ്റ്റഡിയാണ് ശരിക്കും. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാറ്റി കൊണ്ടുവരേണ്ട കാര്യമാണ്. സോ ഇതിൽ മാസ്റ്റർ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ റിസ്ക് മാനേജ്മെന്റ് ചെയ്യാവൂ. നമ്മൾ എത്ര കഥ പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര ഡീപ്പായിട്ട് നോളജ് ഉള്ള 10-12 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡേഴ്സ് പോലും റിസ്ക് മാനേജ്മെന്റ് ചെയ്യാതെ ഒരുപാട് വാഷ് ഔട്ട് ആയിട്ടുള്ള സ്റ്റോറീസ് നമുക്ക് പല ബ്രോക്കേഴ്സൊന്നും നമുക്ക് ഡീപ്പായിട്ട് അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട, ആസ് എ ബിഗിനർ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, റിസ്ക് മാനേജ്മെന്റ് ആണ് ബേസ്. നമുക്ക് എല്ലാ സിനാരിയോസും അറിയാം. നമ്മൾ റിസ്ക് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ പോയി. കാരണം നമ്മളൊരു $100 നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് വെക്കുക, അതിന് റിസ്ക് എത്ര എടുക്കേണ്ടത്? 1-2% പെർ ട്രേഡ്. ഒരു ട്രേഡിൽ നമ്മൾ 2% റിസ്ക് നമ്മൾ മാക്സിമം എടുക്കാവൂ. അതായത് $2. ഇപ്പോഴത്തെ ഒരു ഗോൾഡിനൊക്കെ ഒരു മൂവ്മെന്റിലും ബാക്കിയുള്ള കറൻസീസിന്റെ മൂവ്മെന്റിലും നമുക്കത് വെക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു 2% മാത്രമേ നമ്മൾ കണ്ടിട്ട് വേണം ഒരു ട്രേഡിൽ അപ്ലൈ ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, tradingview.com ഒരു ലൈന് വരച്ചോണ്ടോ അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അത് MT5 നമ്മൾ പ്ലേസ് ചെയ്യണം. കാരണം പെട്ടെന്നുള്ള സ്പൈക്കിൽ നമുക്ക് ഹ്യൂജ് ലോസ് ഇൻവോൾവ് ആണ്. കാരണം മാർക്കറ്റിൽ ഫണ്ടമെന്റൽ ന്യൂസും നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് പറയുന്നത്. പല ആളുകളും മിസ്റ്റേക്സ് കൊണ്ടാണ് വാഷ് ഔട്ട് ആയിട്ടുള്ളത്. അവർക്ക് എല്ലാ സിനാരിയോസും എല്ലാ കൺസെപ്റ്റുകളെ കുറിച്ചിട്ട് ഡീപ്പ് നോളജ് ഉണ്ട്, പക്ഷെ അവർ ലോസിലാണ്. നമ്മൾ കാണുന്ന എല്ലാവരും ലോസ് റിക്കവറി സ്റ്റേജിലാണ്. എന്തുകൊണ്ടാണ് ലോസ് റിക്കവറി സ്റ്റേജിൽ? അതിനെ കുറിച്ചിട്ട് ഒരു ജേണൽ ഉണ്ടാക്കി അതിനെക്കുറിച്ച് പഠിക്കുകയെ, അവരെ റിപ്പോർട്ട് എടുത്തിട്ട് അനലൈസ് ചെയ്യുക, റിപ്പോർട്ട് റീചെക്ക് ചെയ്യുക, അത് വെച്ചിട്ട് ജേണൽ ഉണ്ടാക്കി അവർ ചെയ്യുന്നില്ല. അവർക്ക് ആ ലോസ് ഉണ്ടായിട്ടുള്ള വിവരം ഒരാളോട് പറയാൻ പോലും പറ്റുന്നില്ല. സോ നമ്മൾ എത്ര ലോസ് ഉണ്ടാക്കിക്കോട്ടെ, അത് പറഞ്ഞ് അതിന്റെ സൊല്യൂഷൻ കണ്ടിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. എപ്പോഴും നമ്മൾ ബ്രോക്കേഴ്സിനെ കുറിച്ചിട്ട് മോശമായിട്ട് പറയില്ല. പല ബ്രോക്കേഴ്സും നമുക്ക് 1:2000 ലിവറേജ് തരുന്നുണ്ട്, 1:500 ലിവറേജ് തരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കി നമ്മൾ ലിവറേജ് കൂട്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ നമ്മൾ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഒരു ന്യൂസ് വരെ അല്ലെങ്കിൽ നമ്മളെ ലോട്ട് സൈസ് കൂടിയിട്ട് നമ്മൾ ആവറേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലിവറേജ് ഓട്ടോമാറ്റിക്കലി അവർ കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ആ പൊസിഷൻ അവിടെ വെച്ച് എക്സിറ്റ് ആവേണ്ടി വരും. അങ്ങനെ ഒരുപാട് ലോസ് വന്നിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് നമുക്കൊരു 24 hours പറഞ്ഞാൽ തീരാത്ത അത്ര സ്റ്റോറീസ് നമുക്ക് റിസ്ക് മാനേജ്മെന്റിൽ ഉണ്ടായിട്ടുള്ള ലോസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. സോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ ഇത്ര തിയറി പഠിച്ച് നമ്മൾ ഈ റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് പോവാം. എല്ലാ ട്രേഡും ജേണൽ ചെയ്യുക. ഒരു ട്രേഡ് പോലും ജേണൽ ചെയ്യാതിരിക്കരുത്. എല്ലാ ട്രേഡും ജേണൽ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. റിസ്ക് റിവാർഡ് റേഷ്യോ മാനേജ് ചെയ്യണം. ഒരു കാരണവശാൽ ആവറേജ് ചെയ്യരുത്. പൊസിഷൻ നിങ്ങൾ ഒരിക്കലും ആവറേജ് ചെയ്യരുത്. നിങ്ങൾ അക്കൗണ്ടിൽ $1,000 ആയിക്കോട്ടെ, 5,000 ആയിക്കോട്ടെ, $100 ആയിക്കോട്ടെ, നിങ്ങൾ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസും അതിൽ സ്ട്രിക്റ്റ് ടാർഗറ്റും വെക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റിയൽ ട്രേഡിലേക്ക് വരുമ്പോൾ, ഇപ്പൊ ഇങ്ങനെ ഒരു സിനാരി വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു റീറ്റെയിൽ ട്രേഡർ ഒരു സെല്ലിലോട്ട് പോകും. സെല്ലിലോട്ടാണ് ഇനി മാർക്കറ്റ് എന്ന് വെച്ചിട്ട് പോകും. ഓക്കെ, അവര് ചിലപ്പോൾ ഒരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസിൽ അവർ ബുക്ക് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഒരു ലാർജ് പ്രോഫിറ്റ് ആയിരിക്കും അവർ ബുക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസിൽ
നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ 39. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു 1:2 എന്ന് വെക്കാം. ഓക്കെ, 1:2 എന്ന് വെച്ച്, അതായത് ഇവിടെ 10 സ്റ്റോപ്പ് ലോസിൽ 20 ടാർഗറ്റ് വെച്ച്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഇന്നലത്തെ ആ സ്പൈക്കിൽ മാർക്കറ്റ് നേരെ മുകളിലോട്ട് കയറിപ്പോയി. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ചിലവർ എന്ത് ചെയ്യും, ഈ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്തിട്ട് മുകളിലോട്ട് വെക്കും. ഈ മുകളിലോട്ട് വെക്കുന്നതനുസരിച്ച് അവർ റിസ്ക് പോകുന്നത് നമുക്ക് കാണാം. ഹ്യൂജ് റിസ്കിൽ അവർ എന്ത് ചെയ്യും, എൻഡ് ചെയ്യേണ്ടി വരും. അവർ വീണ്ടും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ അഗൈൻ ലെയർ ആഡ് ചെയ്യും. ലെയർ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 0.01 പൊസിഷനിലാണ് സെല് ചെയ്തെങ്കിൽ അവർ അഗൈൻ ഈ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ അടുത്ത 0.01 ആക്ടിവേറ്റ് ചെയ്യും. അതിനുശേഷം അടുത്ത ലെയർ, 3 ലെയർ, പിന്നെ അഗൈൻ മാർക്കറ്റ് മുകളിലോട്ടും അടുത്ത ലെയർ. ടോട്ടൽ അവർക്ക് എത്ര ലെയർ ആയി? ഒരു $100, $1,000 അക്കൗണ്ടിൽ അവർ 0.01ന്റെ ഗോൾഡിലെ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവർ 4 പൊസിഷൻ അവർ ആക്റ്റീവ് ആയി, 0.04 ആയി അവർ റിസ്ക്. അപ്പൊ മുകളിലോട്ട് പോകുന്നവർ ഒരു പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ അവർ അക്കൗണ്ടിൽ നിന്ന് $4 വെച്ചിട്ടാണ് മൈനസ് ആയിക്കൊണ്ടേയിരിക്കുന്നത്. സോ അത് നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോക്ക് മുകളിലാണ് അതുള്ളത്. സോ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനിയും മുകളിലോട്ട് കയറുന്ന സമയത്ത് അവരൊരു ബൾക്ക് ലോട്ട് ഒരു 0.05 അല്ലെങ്കിൽ 0.10 വെച്ചിട്ട് അവരെന്ത് ആവറേജ് ചെയ്യും. കാരണം മാർക്കറ്റ് ഇത്ര ദൂരത്തേക്ക് വരില്ല എന്ന് വിചാരിച്ചിട്ട് ഈ തിരിച്ച് ഇറങ്ങുന്ന ഈ ഒരു സമയത്ത് എക്സിറ്റ് ചെയ്യാൻ നോക്കും. സോ അങ്ങനെ അവർക്ക് അഗൈൻ ഒരു 2 ക്യാൻഡിലും കൂടെ മുകളിലോട്ട് കിട്ടുന്ന സമയത്ത് അവർ ടോട്ടൽ എക്സിറ്റ് ആവുക ചെയ്യാം. സോ ക്യാപിറ്റലിൽ ഒരു 20 to 30% ആ ഒരു സിംഗിൾ ട്രേഡിൽ പോകും. അതുകൊണ്ടാണ് ഒരു ക്യാപിറ്റലിന്റെ 1:2 എന്ന റേഷ്യോയിൽ നിൽക്കുക എന്ന് പറയാനുള്ള റീസൺ. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ജേണൽ ഉണ്ടാക്കുക. ഇപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, റിസ്ക് റിവാർഡ് റേഷ്യോ മാനേജ് ചെയ്യുന്നത് ഇതൊരു 24 hours നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു മെൻഡറെ വെച്ചിട്ട് നിങ്ങൾ അക്കൗണ്ട് വാച്ച് ചെയ്ത് ഓരോ ട്രേഡും അനലൈസ് ചെയ്തിട്ട് ഓരോ ട്രേഡ് എടുത്തതിന്റെ റീസണും നമ്മൾ റിസ്ക് ചെയ്ത എമൗണ്ട്, നമ്മൾ വെച്ച റിവാർഡ്, അതുപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കീൻ ഒബ്സർവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോസ് പോകും. നമ്മൾ എത്ര ക്യാപിറ്റൽ ഉണ്ട് അല്ലെങ്കിൽ എത്ര സ്ട്രാറ്റജി നമ്മൾ പഠിച്ചിട്ടും കാര്യമില്ല. ഈ ഒരു സിനാരിയോസ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂജ് ലോസ് ഇൻവോൾവ് ആണ്. സോ ഒരു മെൻഡർ ഹെൽപ്പോട് കൂടി മാത്രം, പ്രത്യേകിച്ചിട്ട് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഈ റിസ്ക് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് വല്ല അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെന്റേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് ആ റിപ്പോർട്ട്, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു XNSന്റെ അക്കൗണ്ട് ആവട്ടെ, ഇനി എനി ബ്രോക്കേഴ്സിന്റെ അക്കൗണ്ട് ആവട്ടെ, അവർ റിപ്പോർട്ട് എടുക്കുക. അതായത് ലാസ്റ്റ് നിങ്ങൾ 2 months മുന്നാണ് നിങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 months ശേഷം നിങ്ങൾക്ക് ഇതുവരെയുള്ള ലോസുകൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് റിപ്പോർട്ട് MT5 എന്ന് കിട്ടും. ഓക്കെ, ആ MT5 എന്ന റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പായിട്ട് അത് അനലൈസ് ചെയ്താൽ നിങ്ങളെ മിസ്റ്റേക്ക് എവിടെയെന്ന് മനസ്സിലാവും. ആ മിസ്റ്റേക്കിലാണ് നമ്മൾ സൊല്യൂഷൻ കാണേണ്ടത്. ഓക്കെ, അല്ല നമ്മൾ എടുക്കുന്ന ട്രേഡിന് നമ്മൾ ഒരുപാട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ എടുത്തത് എന്താണ് നമ്മളെ മിസ്റ്റേക്ക്, നമ്മൾ എടുത്ത റിസ്ക് എത്രത്തോളം ഉണ്ട്, നമ്മൾ എത്രത്തോളം ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ട്രേഡിലാണ് നമുക്ക് ഹ്യൂജ് ലോസസ് വന്നിട്ടുള്ളത്, അവിടെ നമ്മളെ സിനാരിയോ എന്തായിരുന്നു, നമ്മളെ ഇമോഷൻ എന്തായിരുന്നു. ഇത്തരത്തിലൊരു ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ഹ്യൂജ് പ്രോഫിറ്റിലോട്ട് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാത്തമാറ്റിക്കൽ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് ടെക്നിക്കലി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. റിസ്ക് മാനേജ്മെന്റിന്റെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് അഡ്വാൻസ് സെക്ഷനിൽ നമുക്ക് ഇരിക്കാം. ഓക്കെ, ബൈസ്, താങ്ക് യു.